ഇന്നത്തെ വീഡിയോ ഡോണറ്റ് വീട്ടിലെങ്ങനെ റെഡിയാക്കാം എന്നതിനെ കുറിച്ചാണ്. ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ രുചിയിൽ തന്നെ വീട്ടിലും നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കാം. ഒരു കപ്പിലേക്ക് ഈസ്റ്റും ആവശ്യത്തിന് പഞ്ചസാരയും ഇളം ചൂടുള്ള പാലും കൂടി ചേർത്ത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. മൈദയാണ് ഡോണറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. 1.5 കപ്പ് മൈദ, അതിലേക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച മിക്സ് ഒഴിക്കുക. കൂടെ ബട്ടറും ഒരു മുട്ടയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു ഡോ പരുവത്തിലാക്കി എടുക്കുക. ഡോ ആയ ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ തടവിയ ശേഷം ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നാല് മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോരോ പോർഷനായിട്ട് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തി കട്ട് ചെയ്തെടുക്കുകയാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. പരത്തിയ ശേഷം നമുക്കിത് ഡോണത്തിൻ്റെ ഷേപ്പിൽ ഏതെങ്കിലും ഒരു പാത്രം കൊണ്ട് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. നടുക്ക് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കുപ്പിയുടെ മൂടിയോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഓരോന്നായിട്ട് നമ്മളിത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ശേഷം അതും ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഡബിൾ സൈസ് ആകും. അടുത്തതായി ഡോണറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കാം. കൊക്കോ പൗഡർ, ബട്ടർ, ഷുഗർ അല്ലെങ്കിൽ ജാഗ്രേഡി സിറപ്പ് ഏതെങ്കിലും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതൊന്ന് മാറ്റി വയ്ക്കാം. കട്ട് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡോണറ്റ് ഒന്നുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഓരോ ഡോണറ്റ്സ് ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ശരിക്കും ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് വറുത്തെടുക്കാറുള്ളത്. ഞാനിവിടെ അധികം എണ്ണ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവാനുള്ള എണ്ണയും ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. സൺഫ്ലവർ ഓയിലിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. കുറച്ച് എണ്ണ തട്ടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ മേൽഭാഗം ഒന്നുകൂടി ഒന്ന് പൊങ്ങി കിട്ടും. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നല്ല കളറോടുകൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഡോണറ്റ്സ് ആയിട്ട് നമ്മൾ ചോക്ലേറ്റ് സിറപ്പിൽ ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഡോണറ്റ്സും നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എപ്പോഴല്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് ഡോണറ്റ് വീട്ടിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ.